കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസറെ സ്ഥലം മാറ്റിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മെഡിക്കൽ കോളേജിലെ ഒരു വിഭാഗം നഴ്സുമാർ ഉപവാസ സമരം തുടങ്ങി. KGNUവിന്റെ നേതൃത്വത്തിലാണ് സമരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുകയും അവർക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കുകയും ചെയ്ത സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ സ്ഥലം മാറ്റിയിരുന്നു. അതിനെതിരെ അനിത കോടതിയിൽ പോയി തനിക്കനുകൂലമായി സ്റ്റേ വാങ്ങുകയും ചെയ്തു. അനിതയുടെ ഭാഗം പോലും കേൾക്കാതെയാണ് DME രാഷ്ട്രീയ പ്രേരിതമായി നടപടി സ്വീകരിച്ചതെന്നാണ് കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ ആരോപിക്കുന്നത്. ഈ നടപടി തികച്ചും ന്യായീകരിക്കാൻ പറ്റാത്ത അന്യായമായ അധാർമികമായ കേരള സിവിൽ സർവീസിനെ കൊഞ്ഞനം കുത്തുന്ന ഒരു നടപടിയാണ്. ഇത് അടിയന്തരമായിട്ട് DME പിൻവലിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അടിയന്തരമായിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണം. ഈ അനിത സിസ്റ്ററിനെ പരമാവധി ദ്രോഹിക്കാവുന്ന രീതിയിൽ അത് മെഡിക്കൽ കോളേജിൻ്റെ അകത്തും പുറത്ത് രാഷ്ട്രീയപരമായിട്ടും ഇവിടെ അകത്ത് സംഘടനാപരമായിട്ടും ഒക്കെ ദ്രോഹിക്കാവുന്നതിൻ്റെ മാക്സിമം ദ്രോഹിച്ചു. അതിനുശേഷം ഇവിടെ അന്വേഷണ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനിത സിസ്റ്ററിനെതിരെ നിരവധി അന്വേഷണ കമ്മീഷനുകൾ വെക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. അനിത സിസ്റ്റർ ചെയ്തത് എന്താണ്? അനിത സിസ്റ്റർ ചെയ്തത് ആശുപത്രിയിൽ വന്ന ഒരു വനിതയായുള്ള ഒരു രോഗി, ആ രോഗി പീഡിപ്പിക്കപ്പെട്ടു, അതിനുശേഷം ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒരു മൊഴി ആ വാർഡിലെ ചാർജുള്ള ഹെഡ് നേഴ്സിനോട് പറഞ്ഞതിന് പ്രകാരം അവർ തൻ്റെ മേലുദ്യോഗസ്ഥരെ അറിയിക്കുക മാത്രമേ ചെയ്ത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്നു മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിന് മുൻപിൽ KGNUവിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം തുടങ്ങിയത്. അനിതയുടെ സ്ഥലമാറ്റം പിൻവലിക്കുക, അനിതയെ ഭീഷണിപ്പെടുത്തിയ സീനിയർ ക്ലാർക്കിനെതിരെയും വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെയും നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഇവർ ഉന്നയിക്കുന്നുണ്ട്. KGNU സംസ്ഥാന പ്രസിഡന്റ് K സന്തോഷ്, സജിത്ത് ചെരണ്ടത്തൂർ, A ഷീരാജ്, PK ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.